ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നുവരെയും ദൈവം നമുക്ക് വിശ്വസ്തനായിരുന്നു. നമുക്ക് ധൈര്യമായിട്ട് യേശുവിനെ കയറി പിടിക്കാം. യേശു പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല, ഉപേക്ഷിക്കില്ല. ഈ വിശ്വസ്തത ഒരു ഗ്ലാസ് പോലെയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരിക്കൽ അത് ഉടഞ്ഞാൽ പിന്നെ ചേർത്ത് വെക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു കുപ്പിയുടെ ഒരു കുപ്പി അത് താഴെ വീണ് കഴിഞ്ഞാൽ അതിനെ തിരിച്ച് ഒട്ടിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അതിനുള്ള പശകളെല്ലാം കിട്ടും. എന്നാലും ഏച്ച് കെട്ടിയാലും മുഴച്ചിരിക്കുമെന്ന് പറഞ്ഞ പോലെ അത് കണ്ടാൽ അറിയാം, അത് ഒട്ടിച്ചാൽ അത് വൃത്തികേടായി മാറും. ഇതുപോലെയാണ് വിശ്വസ്തത എന്നുള്ളത്. ഭൂമിയിൽ നിന്ന് മുളക്കുന്നു, നീതിയോ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു എന്നാണ്. വിശ്വസ്തത നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതാണ്. ഒരിക്കലും ആരെയും ചതിക്കരുത്. നമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന യാതൊന്നും നമ്മിൽ നിന്ന് വരരുത്. മറ്റുള്ളവർക്ക് നമ്മളൊരു ചതിയുടെ ആളാണെന്ന് അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായാൽ അവർ ആ ബന്ധം മുറിച്ചു കളയും. ബന്ധങ്ങളെ ബ്രേക്ക് ചെയ്യരുത്. നല്ല ബന്ധങ്ങളെ സൂക്ഷിക്കണം. വിശ്വസ്തയോടെ നിന്നാൽ മതി. നമ്മുടെ നല്ല ബന്ധങ്ങളെ നമ്മൾ ഇല്ലാതെയാക്കരുത്. വിശ്വസ്തത നമ്മൾ വളർത്തിയെടുക്കണം. കർത്താവ് അതിനുള്ള കൃപ തരട്ടെ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. Thank you for the cross, Lord. Thank you for the price you paid, bearing all my sin and shame. In love you came and gave amazing grace. Thank you for this love, Lord. Thank you for the nail-pierced hands. Wash me in your cleansing flow. Now all I know, your forgiveness and embrace. Worthy is the Lamb, seated on the throne. Crown you now with many crowns. You reign victorious. High and lifted up, Jesus, Son of God, the darling of heaven, crucified. Worthy is the Lamb. Worthy is the Lamb. Thank you for the cross, Lord. Thank you for the price you paid, bearing all my sin and shame. In love you came and gave amazing grace. Thank you for this love, Lord. Thank you for the nail-pierced hands. You wash me in your cleansing flow. Now all I know, your forgiveness and embrace.
the darling of heaven crucified. Worthy is the Lamb, worthy is the Lamb. You are worthy is the Lamb, worthy is the Lamb. അപ്പോസ്തല പ്രവൃത്തി എന്ന ആത്മനദിയിലൂടെ നീന്തുവാൻ ദൈവം വിളിച്ചവർക്കായിട്ട് സ്തോത്രം. 2-ാം അധ്യായത്തിൽ ഉള്ള ഈ വലിയ ആത്മനദിയുടെ ഒഴുക്കിൽ പരിശുദ്ധാത്മാവിനൊപ്പം വെറുതെ നിന്നു കൊടുത്താൽ മതി. ഈ നദിയുടെ പ്രത്യേകത നല്ല ഒഴുക്കാണ്. വെറുതെ കിടന്നു കൊടുത്താൽ മതി, തന്നെ നദി കൊണ്ടുപോകും. എവിടെ എത്തണമോ, ഏത് സ്വപ്നത്തിൽ എത്തണമോ, നദി നിന്നെ എത്തിക്കും. നിനക്കൊരിക്കൽ എത്തിച്ചേരാൻ കഴിയാത്തിടത്ത് അതിവേഗത്തിൽ, അതിവിശാലതയിൽ പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുപോകും. ഫിലിപ്പോസിനെ ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തുകൊണ്ടുപോയെന്ന് പിന്നീട് അവനെ കണ്ടത് അസ്തോദിൽ, 42 കിലോമീറ്റർ അപ്പുറം. അവനെ പിന്നെ ആരും കണ്ടില്ല. അതുപോലെ അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സ്പീഡെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതാണ്. പല രാജ്യങ്ങളിലും ഇപ്പോഴും അത് നടക്കുന്നു. ഞാനൊരു ദൈവദാസന്റെ സാക്ഷ്യം കേട്ടത്, അദ്ദേഹം അമേരിക്കയിൽ ട്രാഫിക്കിൽ കുരുങ്ങി. അദ്ദേഹത്തിനൊരു ചർച്ചിൽ പ്രസംഗിക്കാൻ സമയത്തിനെത്തണം. കേരളത്തിലെ പോലെയല്ല, പാസ്റ്റർ വരുമ്പോൾ പ്രസംഗം എന്നുള്ളതല്ല. അവിടെ അതിനൊക്കെ ഒരു സമയമൊക്കെ ഉണ്ട്. അവർ ആ സമയത്തിന് 1 മിനിറ്റ് ലേറ്റായാൽ പിന്നെ അത് കഴിഞ്ഞു. അത്രയും കൃത്യതയുടെ നാടാണ് ഈ രാജ്യങ്ങൾ. അദ്ദേഹം ട്രാഫിക്കിൽ കിടക്കുകയാണ്. ഈ ട്രാഫിക്കിലൂടെ ആണെങ്കിൽ, ഈ തിരക്കിലൂടെയാണെങ്കിൽ ഇനി അവിടെ എത്താൻ കണക്കൂട്ടിയപ്പോൾ 1 മണിക്കൂർ വേണം. എന്നാൽ 10 മിനിറ്റിനുള്ളിൽ പ്രസംഗം തുടങ്ങേണ്ട സമയമായി. ഈ ദേവദാസൻ പ്രാർത്ഥിച്ചു, കർത്താവേ നീ എന്നെ സഹായിക്കണമേ. റെഡ് സിഗ്നൽ വന്നപ്പോൾ തല സ്റ്റിയറിങ്ങിൽ വെച്ചൊരു പ്രാർത്ഥന. കണ്ണു തുറന്നു നോക്കിയപ്പോൾ ചർച്ചിൻ്റെ കോമ്പൗണ്ടിൽ താൻ ഇരിക്കുന്നു, കാറിലിരിക്കുന്നു. തനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. തനിക്ക് അത്ഭുതം അംഗീകരിക്കാൻ പോലും കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഈ സാക്ഷ്യം അനേകരെ ചലിപ്പിച്ചു. ഇതുപോലെ തന്നെ കേരളത്തിൽ എനിക്കറിയാവുന്ന ഒരു ദൈവദാസൻ വടക്കേ ഇന്ത്യയിൽ പോയപ്പോൾ ഇതേ അനുഭവം, ഇതുപോലത്തെ വേറൊരു അനുഭവം ഉണ്ടായി. എൻ്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹവും ഇന്ന് അമേരിക്കയിലുള്ള തൻ്റെ ഒരു കൂട്ടുകാരനുമായിട്ട് ആത്മസഹോദരങ്ങളാണ്. അവർ വടക്കേ ഇന്ത്യയിൽ ആമോസ് സിംഗ് എന്ന ദൈവദാസൻ വെച്ച ഒരു ക്രൂസൈഡിൽ പ്രസംഗിക്കാൻ പോയതാണ്. അപ്പോൾ ഉപദ്രവങ്ങളുള്ളൊരു സ്ഥലമാണ്. അവർ ആ മീറ്റിങ്ങിൽ പ്രസംഗിച്ചു. 1-ാം ദിവസം പ്രസംഗിച്ചു, 1000 പേരുണ്ടായി. 2-ാം ദിവസം 5000 പേര് വന്നു. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു 1000-ഓളം പേര് മഴുവുമായിട്ട്, അവരുടെ നാട്ടിലെ ഒരു പ്രത്യേക കൈക്കോടാലിയുമായിട്ട് ഈ കോമ്പൗണ്ട് വളഞ്ഞു. അപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ഒരു മതിലിനോട് ചേർന്നാണ് സ്റ്റേജ് വെച്ചിരുന്നത്. ആക്രമണം ഉണ്ടാകാമെന്ന് അവർക്കറിയാം. ആ മതിലിനോട് ചേർന്നൊരു കാർ, ജീപ്പ് ഇട്ടിരുന്നു. അവിടെ നിന്ന് വണ്ടി ഓടിച്ചാൽ ഒരു ഫോറസ്റ്റ്, ഒരു വലിയ കാട് കടന്നാൽ മാത്രമേ 1-2 മണിക്കൂർ വണ്ടി ഓടിച്ച് കാട്ടിലൂടെ യാത്ര ചെയ്താൽ മാത്രമേ അവർ പാർക്കുന്ന സ്ഥലത്തെത്താൻ കഴിയൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ജനങ്ങൾ വളഞ്ഞു. അവിടുത്തെ ഇൻസ്ട്രുമെന്റുകളെല്ലാം തല്ലി തകർത്തു. ഈ കൂട്ടത്തിൽ ഇവർ മതിൽ ചാടി ജീപ്പിൽ കയറി അതിവേഗത്തിൽ ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് ആയപ്പോഴാണ് അറിയുന്നത്, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് പോയപ്പോൾ അറിയുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ദേവദാസന്റെ കൂടെയുള്ള ദേവദാസനെ കാണില്ല. അദ്ദേഹം
സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഈ അത്ഭുതങ്ങൾ ജനങ്ങളുടെ ഇടയിൽ നടക്കുകയാണ്. അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അയ്യോ എൻ്റെ കൂടെയുള്ള സഹോദരനെ കാണുന്നില്ല. ജീപ്പ് ഓടിക്കുന്ന ദൈവദാസൻ പറഞ്ഞു, അത് പറ്റത്തില്ല, അതൊന്നും പറഞ്ഞാൽ ഇനി തിരിച്ചു ചെല്ലാൻ പറ്റില്ല. ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ സഹോദരനില്ലാതെ ഞാൻ എങ്ങനെ കേരളത്തിൽ തിരിച്ചു പോകും, എനിക്ക് അദ്ദേഹത്തെ വേണം. തിരിച്ചു വന്നു, മതിലിയാടി സ്റ്റേജിൻ്റെ അടുത്ത് വന്നു, അന്വേഷിച്ച് ആൾക്കൂട്ടത്തിൽ നിന്ന് കൂട്ടു സഹോദരനെ വിളിച്ചുകൊണ്ട് വീണ്ടും മതിലി ചാടി. ഇവർ നടക്കുകയാണ്. മറ്റേ ആൾ പേടിച്ചിട്ട് ജീപ്പുമായിട്ട് പോയി കളഞ്ഞു. കാരണം അദ്ദേഹത്തെ കണ്ടാൽ കൊല്ലും. അദ്ദേഹത്തിൻ്റെ താടിയും മീശയും കണ്ടാൽ അറിയാവുന്ന രൂപവും ആ നാട്ടുകാരനുമാണ്. ഇവരെ കണ്ടാൽ അധികം തിരിച്ചറിയില്ല. ഇവർ രണ്ടുപേരും നടക്കാൻ തുടങ്ങി. വലിയ കാട് കടക്കണം, എങ്ങനെ പോവും? ജീപ്പില്ല, വഴിയറിയില്ല. ഈ കാട് ക്രോസ് ചെയ്യുന്ന എങ്ങനെയാ? അവർ പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങൾക്ക് അവിടെ എത്തണം, സഹായിക്കണേ. ഒറ്റ വാക്ക്. പെട്ടെന്ന് കൂടെയുണ്ടായിരുന്ന സഹോദരൻ ഒരു വീട് കാണിച്ചിട്ട്, നമ്മൾ പാർക്കുന്ന വീട് ഇതല്ലേ? അപ്പോൾ കൂടെയുള്ള മെയിൻ സഹോദരൻ പറഞ്ഞു, ഇല്ല ഇല്ല, ഈ ഫോറസ്റ്റ് കഴിഞ്ഞാലേ നമുക്കത് കാണാൻ പറ്റൂ. മറ്റേയാൾ പറഞ്ഞു, അല്ല, നമ്മൾ പാർക്കുന്ന വീടാണ്. നിർബന്ധിച്ചപ്പോൾ ആ വീടിൻ്റെ അടുത്തോട്ടൊന്ന് ചെന്നപ്പോഴാണ് ഇവര് പാർക്കുന്ന വീടാണ്. ഇവരാ വീട്ടിൽ കയറി വിശ്രമിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ്, മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് മറ്റേയാൾ വരുന്നത്, ജീപ്പിൽ പാഞ്ഞു വരുന്നത്. എങ്ങനെയുണ്ട്? ഫിലിപ്പോസിനെ ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തുകൊണ്ട് പോയി. ഇതെല്ലാം ഈ സാക്ഷ്യം എനിക്ക് നേരിട്ടറിയാവുന്നൊരു സാക്ഷ്യമാണ്. അവരുടെ വായിൽ നിന്ന് കേട്ട ദൈവം നടത്തിയ സാക്ഷ്യങ്ങൾ. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നിന്റെ വേഗത കൂട്ടാൻ ഈ നദിക്ക് വളരെയധികം വേഗതയാണ്. നിന്നെ എവിടെ എത്തിക്കണമോ അവിടെ എത്തിച്ചിരിക്കും. യേശു ഒരിക്കൽ കടലിൻ്റെ മീതെ നടന്ന് വള്ളത്തിൽ കയറിയപ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലുണ്ട്, അവനെ വള്ളത്തിൽ കയറ്റാൻ ആഗ്രഹിച്ചു. ഉടനെ പടക അക്കരയെത്തിയെന്ന്. വള്ളം കടലിൻ്റെ നടുക്ക് കിടക്കുകയാണ്, കൊടുങ്കാറ്റ് കാരണം. എന്നാൽ യേശു കാലുവെച്ചു, അത് വേഗത്തിൽ അക്കരയെത്തി. ഒരു ഡിവൈൻ ആക്സിലറേഷൻ നടന്നു. ഇതുപോലെ പരിശുദ്ധാത്മാവ് ചലിക്കാൻ തുടങ്ങിയാൽ വർഷങ്ങൾ കൊണ്ട് നടക്കേണ്ടത് മിനിറ്റുകൾ കൊണ്ട് നടക്കും. 50 വർഷം കൊണ്ട് നടക്കേണ്ട കാര്യം അരമണിക്കൂർ കൊണ്ട് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയെ എത്ര പേർ വിശ്വസിക്കും? കാലങ്ങൾ, സീസണുകൾ, സമയം, മിനിറ്റ് എല്ലാം ഉണ്ടാക്കിയ കർത്താവിൻ്റെ ആത്മാവിനെ നിനക്ക് വേണ്ടി ഒരു പുതിയ സമയമുണ്ടാക്കി തരാൻ കഴിയും. നിനക്ക് വേണ്ടി സമയം മാറ്റാൻ കഴിയും. അതാണ് കർത്താവ്. സൂര്യ അവിടെ നിൽക്ക്, ചന്ദ്ര അനങ്ങരുത് എന്ന് യോശുവ പറഞ്ഞപ്പോൾ യോശുവയ്ക്ക് വേണ്ടി സമയത്തെ പിടിച്ചു നിർത്തിയ ഒരു ദൈവത്തെ നമുക്ക് കാണാം. കാരണം യോശുവയുടെ ജോലി തീരണമെങ്കിൽ വൈകിട്ട് അല്ലെങ്കിൽ രാത്രി 11 മണിയെങ്കിലും ആകും. എന്നാൽ 5 മണി ഒക്കെ കഴിയുമ്പോഴേക്കും സൂര്യൻ അസ്തമിക്കും. സൂര്യൻ അസ്തമിച്ചാൽ യുദ്ധം തീരില്ല. യോശുവ അവിടെ നിൽക്കാൻ പറഞ്ഞു. ഒറ്റ ബാക്കി പറഞ്ഞാൽ രാത്രി 10-11 മണി വരെ സൂര്യൻ അസ്തമിക്കാതെ നിന്നു. ചരിത്രം മാറ്റിമറിച്ചു. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം അത് ചെയ്യും. അവിടെ വായിക്കുന്നു, ദൈവം ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ടനുസരിച്ച് അതുപോലത്തെ ഒരു ദിവസം ഉണ്ടായിട്ടില്ല എന്നവിടെ വായിക്കുന്നു. ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത് പരിശുദ്ധാത്മാവിനെ അഭിഷേകമുള്ളവരുടെ വാക്കുകളിലൂടെ അസാധാരണമായ പ്രവർത്തികൾ ചെയ്യാൻ കഴിയും. സമയത്തെ പിടിച്ചു നിർത്താൻ കഴിയും, സമയത്തെ ചുരുക്കാൻ കഴിയും. വളരെ വർഷങ്ങൾക്കപ്പുറം നടക്കുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്തിട്ട് പോകാനും കഴിയും. വെറും 3.5 വർഷം കൊണ്ട് 30,000 വർഷങ്ങൾ കൊണ്ട് നടക്കാത്ത കാര്യം ചെയ്ത യേശു കർത്താവിൻ്റെ മക്കളാണ് നമ്മൾ. വെറും 3.5 വർഷം കൊണ്ട് മാനവജാതിക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. നോഹ പെട്ടകം പണിയാൻ തന്നെ എത്രയോ വർഷങ്ങൾ എടുത്തല്ലേ. മോശ 40 വർഷം കൊണ്ട് കഠിന പ്രയത്നം ചെയ്തിട്ട് പോലും ഇസ്രായേൽ മക്കളെ ഒരു വഴിയിൽ എത്തിക്കാൻ പറ്റുന്നില്ല. എന്നാൽ യേശു മാനവജാതിയെ രക്ഷിക്കുവാൻ
വെറും 3.5 വർഷം മാത്രമേ എടുത്തുള്ളൂ. പരിശുദ്ധാത്മാവ് ചലിക്കാൻ തുടങ്ങിയാൽ, പരിശുദ്ധാത്മാവിൽ പൂർണ്ണമായിട്ട് മുങ്ങിയാൽ, പരിശുദ്ധാത്മാവാകുന്ന നദിയിൽ ഒഴുകുവാൻ തുടങ്ങിയാൽ ഇതാണ് സംഭവിക്കുന്നത്. നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം, കർത്താവിൽ ആശ്രയിക്കാം. ഇത് കേട്ടിട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരോട്, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത്. 38 വാക്യം 2 അപ്പോസ്തല പ്രവൃത്തി 2:38. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപത്തിന്റെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. പരിശുദ്ധാത്മാവ് ലഭിച്ചാൽ എന്നാ ഗുണം? 2 അന്യഭാഷ പറയാനോ അല്ല. നിന്റെ ജീവിതം മാറും, നിന്റെ വേഗത കൂടും. വർഷങ്ങൾ കൊണ്ട്, പല തലമുറകൾ കൊണ്ട് ചെയ്യേണ്ട കാര്യം നീ നിസ്സാരമായിട്ട് ചെയ്യും. നെഹമ്യാവിന്റെ ചരിത്രം അതാണ്. 150 വർഷങ്ങൾ കൊണ്ടാണ് യെരുശലേമിന്റെ മതിലുകൾ പല രാജാക്കന്മാർ ചേർന്ന് പണിതത്. എന്നാൽ ശത്രു രാജ്യങ്ങൾ വന്ന് അതിനെ ഇടിച്ച് പൊളിച്ച് വാതിലുകൾ തീവച്ചും മതിലുകൾ ഇടിഞ്ഞും കിടന്നു. എത്ര വർഷം? ഏകദേശം 70 വർഷം. അത് പണിയാൻ ആർക്കും കഴിഞ്ഞില്ല. അങ്ങനെ അതപ്പതിച്ച് കിടക്കുന്ന, പണിയാൻ ആരുമില്ലാത്ത ഏറ്റവും പ്രതികൂലത്തിന്റെ കാലത്ത് പ്രാർത്ഥിക്കുന്ന നെഹമ്യാവ്, ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നെഹമ്യാവ്, ആ പണിക്ക് വേണ്ടി ദൈവം അവനെ എഴുന്നേൽപ്പിച്ചു. 150 വർഷം കൊണ്ട് പണിതതും 70 വർഷം പണിയാതെ കിടന്നതുമായ ആ മതിലിനെ നെഹമ്യാവ് പണിത് തീർത്തത് എത്ര കാലം കൊണ്ടാണ്? എത്ര വർഷം കൊണ്ടാണ്? വെറും 52 ദിവസം കൊണ്ട്. സൗത്ത് അമേരിക്കയിലെ കൊളംബിയയിലെ ബൊഗോട്ട എന്ന സ്ഥലത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പോയപ്പോൾ സേസർ കാസ്റ്റിയാനോസ് എന്ന ദൈവദാസനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് 52 ഡേയ്സ്. അതായത് നെഹമ്യാവ് 52 ദിവസം കൊണ്ട് മതിൽ പണിതെങ്കിൽ, ഒരു രാജ്യത്തിൻ്റെ മതിൽ പണിതെങ്കിൽ, നിനക്ക് 52 ദിവസം കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നീ ഒരു ചർച്ച് പണിയാൻ പറഞ്ഞു. 52 ദിവസം കൊണ്ട് അദ്ദേഹം ഒരു ചർച്ച് പണിതു. 14,000 പേർക്ക് ഇരിക്കാവുന്നത്. കൂടെയുള്ളവരോ ഭാര്യയോ വിശ്വസിച്ചില്ല, അദ്ദേഹം ഒറ്റയ്ക്ക് വിശ്വസിച്ചു. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് 52 ഡേയ്സ്. അദ്ദേഹത്തിൻ്റെ സഭയിൽ ചെല്ലുന്നവർക്കൊക്കെ അവിടെ വിൽക്കാൻ 52 ഡേയ്സ് എന്ന് പറഞ്ഞ ടീഷർട്ട് വാങ്ങാൻ കിട്ടും. ഇത് കണ്ടിട്ടാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ ചർച്ച് പണിതത്. 52 ഡേയ്സ്. സതീഷ് കുമാർ ആന്ധ്രാപ്രദേശിൽ, അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ ലക്ഷങ്ങൾ കൂടി വരുന്നു. വെറും 52 ദിവസം കൊണ്ട് ലക്ഷങ്ങൾക്ക് ഇരിക്കാവുന്ന ചർച്ച് പണിയുക മാത്രമല്ല, ആ കോമ്പൗണ്ടിൽ മുഴുവൻ ലോൺ പിടിപ്പിച്ച് മരങ്ങൾ വരെ വെച്ച് നടുവാൻ എല്ലാം കൂടി ചേർത്ത് 52 ദിവസം എടുത്തുള്ളൂ. വേഗത. പരിശുദ്ധാത്മാ വന്നു കഴിഞ്ഞാൽ ഒരു കുതിച്ചു പായലുണ്ടാകും. ഈ നദി അതിവേഗത്തിൽ ഒഴുകും. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ കാര്യം നിങ്ങളോട് എടുത്തു പറയണമെന്ന്. അപ്പോസ്തല പ്രവൃത്തി മുഴുവൻ ഇതാണ്. വേഗത കൂടും. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളോട് പറയാം, ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുകയാണ്. ഇത് കേട്ട പലരുടെയും ഒച്ചിഴയുന്നത് പോലെ പോയ സാഹചര്യം മാറാൻ പോവുകയാണ്. ജോലിയിൽ വേഗത, ജീവിതത്തിൽ വേഗത, എല്ലാറ്റിലും താമസം വരുന്ന പലരുടെയും അവസ്ഥകൾ ഇന്ന് മാറുമെന്ന് പരിശുദ്ധാത്മാവിൽ പറയുന്നു. വേഗത വർദ്ധിക്കും. നിങ്ങളത് കാണാൻ പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വർഷങ്ങളായി ഒരു കാര്യവും നടക്കുന്നില്ല, എല്ലാം വൈകുന്നു. പിശാചിൻ്റെ ജോലിയാണത്. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ വീടുകളിൽ ഒരു കാര്യവും സമയത്ത് നടക്കാതെ പഠനം വൈകുന്നു, വിവാഹം വൈകുന്നു, മക്കൾ ജനിക്കാൻ വൈകുന്നു, ജോലി വൈകുന്നു, വരുമാന മാർഗങ്ങൾ വൈകുന്നു, ലഭിക്കാനുള്ള സമയത്ത് ലഭിക്കുന്നില്ല എന്നിങ്ങനെയുള്ള വൈകലിൻ്റെ ആത്മാവിനെ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച ഓരോ കുടുംബങ്ങളിലും വേഗത വർദ്ധിക്കട്ടെ. ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയതുപോലെ കർത്താവെ, പലരെയും അവരുടെ ജോലി സ്ഥലത്തേക്ക്, അവരുടെ ജീവിതത്തിലേക്ക്, കുടുംബ ജീവിതത്തിലേക്ക് അങ്ങ് പുതുതായി എടുത്തു നടണമേ.
പുതിയതായി അങ്ങ് പറിച്ചു നടണമേ. അങ്ങയുടെ കരം ഉപയോഗിക്കണമേ. ഏലിയാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ ഏലിയാവിനെ എടുത്തുകൊണ്ട് പോയതുപോലെ, ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയതുപോലെ, ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും അസാധാരണമായ വേഗതകൾ ഉണ്ടാകട്ടെ, ഒരാത്മീക കുതിപ്പുണ്ടാകട്ടെ, എല്ലാ വൈകലുകളും മാറട്ടെ. ആ സ്പിരിറ്റ് ഓഫ് ഡിലേയെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. എല്ലാം വൈകിക്കുന്ന ആത്മാവെ ജനത്തെ വിട്ടുമാറ്, സഭയെ വിട്ടുമാറ്, ദൈവമക്കളെ വിട്ടുമാറ്. ഞങ്ങൾ വേഗതകൾ കാണട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. എല്ലാ കാര്യത്തിലും ഒരു വേഗത കർത്താവ് തരാൻ പോവുകയാണ്. ധൈര്യപ്പെടുക. നമുക്കൊരുമിച്ച് കർത്താവിനെ ഇനിയും ആരാധിക്കുവാൻ നാളെ ഇതേ സമയത്ത് കാണാം. മാത്രമല്ല, നാളെ രാവിലെ 10:30 പ്രൈസ് ജനറേഷനിൽ വെച്ചൊരു ഉപവാസ പ്രാർത്ഥനയുണ്ട്. വരിക, പരിശുദ്ധാത്മാവിൽ നിറയുക. വേഗതയെ നമുക്ക് വീണ്ടും കൂടുതൽ വേഗതയാക്കി മാറ്റാം. ഗോഡ് ബ്ലസ് യു.